അവൾ പോലും അറിയാതെ അവൻ്റെ ചുണ്ടുകളെ അവൻ മോഹിക്കുന്നുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവൾ അവൻ്റെ ചുണ്ടോടൊന്നുയർന്നു. അവൻ്റെ ഇളം ചൂടുള്ള നിശ്വാസം അവളുടെ മുഖത്തേക്ക് പതിക്കും തോറും അവളുടെ ഹൃദയമിടിപ്പ് നല്ല രീതിയിൽ ഉയരാൻ തുടങ്ങി. ചുംബനത്തിനോടടുത്ത് വന്ന സമയമായപ്പോഴാണ് മനസ്സിൻ്റെ ഒരു കോണിൽ നിന്നും ആരോ അവളെ വിളിക്കുന്നതായി അവൾക്ക് തോന്നിയത്. ഗൗരി, നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ ഇങ്ങനെയല്ല ഗൗരി. നിന്റെ കിരണിനെ മറ്റൊരു പെണ്ണ് നോക്കുന്നത് പോലും നിനക്കിഷ്ടമുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയുള്ള നീ മറ്റൊരു പെണ്ണിൻ്റെ പുരുഷനെ സ്നേഹിക്കുന്നതും ചുംബിക്കുന്നതും വലിയ തെറ്റാണ്. എന്നെങ്കിലും അനന്യ സിദ്ധാർത്ഥൻ്റെ നല്ലത് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ ഇതെല്ലാം അറിഞ്ഞാൽ അവളുടെ കണ്ണുകൾ നിറയും, മനസ്സ് മരവിച്ചു പോകും. നീ കാരണം ഒരു പെൺകുട്ടിയും വിഷമിക്കരുത് ഗൗരി. കിരൺ നിൻ്റേതല്ലാതെ ആയപ്പോൾ അനുഭവിച്ച വിഷമങ്ങളെല്ലാം ആ ഒരു പെൺകുട്ടിയും അനുഭവിക്കും. അതുകൊണ്ട് ഗൗരി, നീ ഇങ്ങനെ സിദ്ധാർത്ഥമായി ഇടപഴകരുത്. പെട്ടെന്നാണ് അവൾ സിദ്ധാർത്ഥിനെ തള്ളി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് റൂമിലേക്ക് പോയത്. ഇവൾക്ക് ഭ്രാന്താണോ? പെട്ടെന്നുണ്ടായ അവളുടെ പ്രവർത്തികൾ സിദ്ധാർത്ഥിനെ അസ്വസ്ഥനാക്കി. ദേഷ്യത്തോടെ സിദ്ധാർത്ഥ റൂമിലേക്ക് ചെന്നു. ഗൗരി! ഒരു അലർച്ചയോടെ സിദ്ധാർത്ഥ അവളെ വിളിച്ചതും നിന്നിടത്തു നിന്നും ഗൗരി ഒരു ഞെട്ടലോടൊന്ന് ഉയർന്നുപോയി. നീ ഇപ്പോൾ എന്താ കാണിച്ചത് ഗൗരി? സോറി സിദ്ധാർത്ഥ്, എനിക്കിതൊന്നും പറ്റില്ല, സോറി. അവൾ ഒരു കിതപ്പോടെ പറഞ്ഞു നിർത്തി. എന്തുകൊണ്ട് പറ്റില്ല എന്ന്? സിദ്ധാർത്ഥ്, ഞാൻ നിങ്ങളുടെ ശരിക്കുമുള്ള ഭാര്യയല്ല, അതുകൊണ്ട് തന്നെ. അത് കേട്ടതും അവന് പെരുവിരൽ മുതൽ മുടിനാരഴ വരാൻ വിറച്ചു കയറി. അവൻ അവളുടെ നേരെ ചെന്ന് നിന്നുകൊണ്ട് അവളുടെ കൈമുട്ട് തിരിച്ച് അവനെ നേരെ കറക്കി നിർത്തി. നീ നേരത്തെ ചെയ്യാൻ വന്നത് ഇപ്പോൾ ചെയ്യണം. കോപം കൊണ്ട് അവൻ്റെ മുഖം ചുവക്കുകയും അവൻ്റെ പിടുത്തം ഒന്നിറുകുകയും ചെയ്തു. അവളുടെ കണ്ണുകൾ വെളിയിൽ വരുന്നത് വരെ വിടർന്നു. സിദ്ധാർത്ഥ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കങ്ങനെ പെരുമാറാൻ പറ്റില്ല. നിങ്ങളുമായി അങ്ങനെയൊരു ബന്ധത്തിലേർപ്പെട്ടാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നൊരു വലിയ ചെതിയായി മാറുന്നത്. ഷട്ടപ്പ്! ഞാൻ പറഞ്ഞു, ഇനി അത് ഗൗരി ചെയ്യണം. ഇല്ല സിദ്ധാർത്ഥ്, നിങ്ങൾ എന്നെ കൊന്നാലും ശരി, ഞാൻ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല. കാരണം സിദ്ധാർത്ഥ്, അവൾ അത് പറഞ്ഞ് മുഴുവനാകാൻ സമ്മതിക്കാതെ അവൻ കൈ ഉയർത്തി അവളെ തടഞ്ഞു. ഞാൻ നിങ്ങളുടെ എഗ്രിമെൻ്റ് വൈഫല്ലേ? ഞാനൊരു വർഷം കഴിഞ്ഞാൽ ഇവിടെ നിന്നും പോവില്ലേ എന്നൊക്കെയുള്ള മുടന്തൻ മറുപടിക്കാണ് നീ വാ തുറക്കുന്നതെങ്കിൽ എൻ്റെ കൈ നിൻ്റെ കരണത്ത് പതിയും. നിനക്കെന്തേലും പറയാനുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞോണം. കോപം കൊണ്ട് അവൻ്റെ കണ്ണുകൾ ചുവന്നത് അവൾ ശ്രദ്ധിച്ചു. സിദ്ധാർത്ഥി, പിടിയൊന്നു വിട്. സിദ്ധാർത്ഥ്, എനിക്ക് നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്. നീ പറയാതെയും ചെയ്യാതെ ഈ പിടി ഞാൻ വിടില്ല. സിദ്ധാർത്ഥ്, പ്ലീസ്. ആ പിടി ഒന്നുകൂടെ മുറുകി. അവൻ അവളെ അവനിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തിയ ശേഷം പിടി അവനൊന്നയച്ചു. കുതറി മാറാനാണ് ഗൗരിയുടെ പാവമെങ്കിൽ പിന്നീട് കുതറി മാറാനുള്ള ശ്രമം ഗൗരി ഒരിക്കലും ചെയ്യില്ല. അതിലൊരു ഭീഷണിയാണുള്ളതായി ഗൗരിക്ക് മനസ്സിലായി. പറ, എന്തുകൊണ്ട് നിനക്കെന്നെ ചുംബിച്ചുകൂടാ? സിദ്ധാർത്ഥ്, എന്നെങ്കിലും ഒരിക്കൽ അനന്യ തിരിച്ചു വരികയാണെങ്കിൽ ഇതെല്ലാം അറിയുമ്പോൾ അവൾ എത്രത്തോളം വിഷമിക്കുമെന്ന് എന്നേക്കാൾ നന്നായി ഒരു പെൺകുട്ടിയും മനസ്സിലാവില്ല. ഓ, ഞാനാണ് അനന്യ പ്രണയിച്ചത്, അല്ലാതെ നീയല്ല. എൻ്റെ ജീവിതത്തിലേക്ക് ആരൊക്കെ ഇനി വരണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് പുന്നാര മോള് അനന്യയുടെ കാര്യം പറഞ്ഞ് കൂടുതൽ ഷോ ഇറക്കാൻ നോക്കണ്ട. ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യില്ല സിദ്ധാർത്ഥ്. നീ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. അവൻ അവളുടെ മുഖത്തോട് മുഖം ചേർത്തതും അവൾ തല വെട്ടിച്ചു. അവൻ്റെ ദേഷ്യം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു. ഇനി ഒരു വട്ടം കൂടി നീ ഇതുപോലെ തല വെട്ടിക്കാനാ പാവമെങ്കിൽ ഗൗരി, ഈ സിദ്ധാർത്ഥ് വർമ്മ ആരാണെന്ന് നീ അറിയും. അവൻ അവളെ അവൻ്റെ കയ്യിൽ നിന്ന് സോഫയിലേക്ക് തള്ളിയിട്ടു. സിദ്ധാർത്ഥ് പോക്കറ്റിൽ നിന്നും ഫോൺ എടുക്കുന്നത് ഗൗരി ശ്രദ്ധിച്ചു. 5 മിനിറ്റ് ഞാൻ നിനക്ക് സമയം തരും. ആ ടെറസിൽ വെച്ച് നീ എന്താണോ തരാൻ നോക്കിയത് അതെനിക്ക് തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ സിദ്ധാർത്ഥ് വാങ്ങിച്ചേ അടങ്ങും. തയ്യാറായിരിക്കെ. സമ്മതമെങ്കിൽ ഒരു ചുംബനത്തിൽ ഒതുങ്ങും. അല്ല എങ്കിൽ ഗൗരി, ഞാൻ പറയാതെ തന്നെ നിനക്ക് മനസ്സിലാവും കാര്യം. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ഭയം അവളുടെ ശരീരത്തെ തളർത്തി. ചുറ്റിലും ഇരുട്ട് പടരുന്നത് പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ് ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. അല്പനേരം അവിടെ ഇരുന്ന ശേഷം ഗൗരി ചുറ്റിലൊന്ന് കണ്ണോടിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
വല്ലാത്ത വേഗത്തിലായിരുന്നു. ഇല്ല, സിദ്ധാർത്ഥുമായി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അവളുടെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥ് ബാൽക്കണിയിൽ തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുന്നതാണ് അവൾ കണ്ടത്. അവൾ പതിയെ വിറയ്ക്കുന്ന കൈകാലുകൾ എടുത്തു വെച്ചുകൊണ്ട് റൂമിൻ്റെ വാതിൽ ലക്ഷ്യമാക്കി നടന്നു. ഭയം അവളുടെ കണ്ണുകളിൽ ഇരുട്ടുകൊണ്ട് നിറച്ചു. തിരിഞ്ഞു നോക്കിയ അവൾ സിദ്ധാർത്ഥ് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് തന്നെയാണ് കണ്ടത്. ഇതാണ് അവസരം ഗൗരി, നീ ഹോട്ടലിൽ നിന്ന് എത്രയും പെട്ടെന്ന് പോയേ പറ്റൂ. സിദ്ധാർത്ഥുമായി ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നീ ഒരിക്കലും ഇനി പോകരുത്. എഗ്രിമെൻ്റ് കഴിഞ്ഞാൽ നീ അവൻ ആരുമല്ല. നിന്റെ മാത്രം ജീവിതമേ ഇല്ലാതാവുകയുള്ളൂ. റൂമിൻ്റെ വാതിൽ തുറന്ന് ഗൗരി പുറത്തിറങ്ങിയതും ശബ്ദം കേട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി. ഗൗരി! ഒരു അലർച്ചയോടെ സിദ്ധാർത്ഥ് വിളിച്ചുവെങ്കിലും അവൾ പുറത്തേക്കിറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു. ബോഡി ഗാർഡ്സ് എല്ലാം അവൾ പോകുന്നത് കണ്ടുവെങ്കിലും ആരും തടഞ്ഞു വയ്ക്കാൻ നിന്നില്ല. കാരണം സിദ്ധാർത്ഥിൻ്റെ ഭാര്യയല്ലേ, എന്തേലും ആവശ്യങ്ങൾക്ക് ഇറങ്ങിയതാവോ എന്ന് കരുതി. സിദ്ധാർത്ഥ് ഓടി റൂമിന് പുറത്തേക്ക് വന്നപ്പോഴും ഗൗരി ലിഫ്റ്റിൽ കയറിയിരുന്നു. നിങ്ങളൊക്കെ എന്താ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? അവൾ ഇറങ്ങി ഓടിയത് നിങ്ങൾ കണ്ടില്ലേ സാർ? അത് പിന്നെ നിങ്ങളുടെ ഭാര്യ എങ്ങോട്ടെങ്കിലും കാര്യമായി പോവുകയാണെന്ന് വെച്ചിട്ടാണ് ഞങ്ങളാരും അങ്ങോട്ടേക്ക് ചെല്ലാഞ്ഞത്. സിദ്ധാർത്ഥ് എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് ആ ലിഫ്റ്റിലേക്ക് കയറാനോടി. പക്ഷേ അപ്പോഴേക്കും ലിഫ്റ്റ് ക്ലോസ് ആയിരുന്നു. താഴെ റിസപ്ഷനിലെത്തിയ ഗൗരി ഹോട്ടലിൻ്റെ പിൻഭാഗത്തേക്കാണ് ഓടിയത്. അപ്പോഴേക്കും സിദ്ധാർത്ഥും കൂട്ടരും റിസപ്ഷൻ ഏരിയയിൽ നിന്നു. ഫ്രണ്ട് ഡോറ് വഴി പുറത്തേക്കിറങ്ങുന്നത് അവൾ കണ്ടു. അവൾ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. എന്തായാലും കണ്ടെത്തി കൊണ്ടുവന്നേ പറ്റൂ. സിദ്ധാർത്ഥ് ബോഡി ഗാർഡ്സ് എല്ലാവർക്കും ഓർഡർ കൊടുത്തു. സിദ്ധാർത്ഥ് മറ്റൊരു വാഹനത്തിൽ കയറി അവളെ തിരയാൻ തുടങ്ങി. എല്ലാവരും പോയി എന്ന് ഉറപ്പുവരുത്തിയ ഗൗരി അവിടെ നിന്ന് ഓടി. ഏതാനും അരമണിക്കൂറത്തെ ഓട്ടത്തിനൊടുവിൽ അവൾ ചെന്ന് നിന്നത് ഒരു ചെറിയ വില്ലയ്ക്ക് മുന്നിലാണ്. അവിടെ ചെന്നതും അവർ തൊരുതുരാ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരുന്നു. ഇതാരാ ഈ നേരത്ത്? ഉറക്കച്ചടവോടെ എഴുന്നേറ്റുകൊണ്ട് അമൃത വാതിൽ തുറന്നു. തനിക്ക് മുന്നിൽ കിതച്ച് ഭയത്തോടെ നിൽക്കുന്ന ഗൗരിയാണ് അവൾ കണ്ടത്. തിരിഞ്ഞു നോക്കി ഗൗരി പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. എടാ നീയോ? നീ എന്താ ഈ നട്ടപ്പാതിരയ്ക്ക്? അമൃത, ഞാൻ എല്ലാം പറയാം. എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് താ നീ ആദ്യം. ശരി, നീ ഇവിടെ ഇരിക്കും. ഏകദേശം 10 മിനിറ്റോളം ഗൗരി ആ വിറയലിലിരുന്നു. ഇനിയെങ്കിലും പറ ഗൗരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്, ഗൗരി ഒരു കിതപ്പോട് പറഞ്ഞുകൊണ്ട് അമൃതയുടെ മടിയിലേക്ക് തല ചായ്ച്ചു കിടന്നു. അമൃത അവളുടെ മുടിയിഴകളിൽ പതിയെ തലോടി. ഞാനൊന്ന് ചോദിക്കട്ടെ? എന്താ അമൃത? ശരിക്കും ആ കോളേജിൽ വന്ന ആൾക്കാർ ആരാണ്? അതിലൊരു മാസ്ക് ഇട്ട പയ്യൻ്റെ കണ്ണുകൾ എനിക്ക് നല്ല പരിചയമുണ്ട്. കൂടെ ഒരുപാട് ബോഡി ഗാർഡ്സും. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ആ വന്നത് ചെറിയ പുള്ളിയൊന്നുമല്ല. ആ മാസ്ക് ഇട്ട പയ്യൻ്റെ കണ്ണുകൾ എനിക്ക് നല്ലതുപോലെ പരിചയമുള്ള പോലെ തോന്നി. നിന്റെ നെഞ്ചോട് ചേർക്കാൻ മാത്രം ഇത്രയും വലിയ ബന്ധം നിനക്കിപ്പോൾ ആരാ ഉള്ളത്? ഒരിക്കലും അത് കിരണല്ല, അതേതോ ഒരു VIP തന്നെയാണ്. ഇപ്പോൾ നിന്റെ സാഹചര്യം വെച്ച് നിന്നെ ഇങ്ങനെ തുണയ്ക്കാൻ മാത്രം ആരും കൂടെയില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. നീ കോളേജിലേക്ക് വരാത്ത ദിവസങ്ങൾ എന്താണ് ഗൗരി ശരിക്കും നിനക്ക് സംഭവിച്ചത്? ഗൗരി, അമൃത, ഞാൻ എല്ലാം പറയാം. പക്ഷെ ഒരിക്കലും നിന്റെ വായിൽ നിന്ന് ഇതാരും അറിയരുത്. ഗൗരി, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിന്റെ എല്ലാ രഹസ്യങ്ങളും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ എല്ലാ രഹസ്യങ്ങളും ഞാൻ നിന്നോടും പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴെങ്കിലും നമ്മൾ രണ്ടുപേരും ചെയ്ത വിശ്വാസത്തെ ബ്രേക്ക് ചെയ്തതായി നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല അമൃത. എങ്കിലും ഇത് കുറച്ച് സീക്രട്ടായിട്ടുള്ള കാര്യമാണ്. നീ പറ മോളെ. എടാ, ആ വ്യക്തി മറ്റാരുമല്ല, സിദ്ധാർത്ഥ് വർമ്മയാണ്. ഏത് സിദ്ധാർത്ഥ് വർമ്മ? സിദ്ധാർത്ഥ് വർമ്മ, വർമ്മ ഇൻഡസ്ട്രീസ് സിദ്ധാർത്ഥോ? ഒരു ഞെട്ടലോടെ തന്നെയാണ് അമൃത അവളോട് ചോദിച്ചത്. അതെ, അദ്ദേഹം തന്നെയാണത്. ഗൗരി, അദ്ദേഹം എന്തിനാ നിന്നെ സഹായിക്കാൻ? നീ ഒന്ന് തെളിച്ചു പറ ഗൗരി. അമൃത, സിദ്ധാർത്ഥ് എൻ്റെ ഭർത്താവാണ്. ഭർത്താവോ? നീ ഒന്ന് പോ ഗൗരി. അദ്ദേഹത്തിനെ പറ്റിയുള്ള എല്ലാ മാസികയും മിസ്സാവാതെയാണ് ഞാൻ വായിക്കുന്നത്. അതിലൊന്നും ഇതേവരെ അദ്ദേഹത്തിൻ്റെ വിവാഹത്തെപ്പറ്റി പറഞ്ഞിട്ട് കൂടിയില്ല. അപ്പോൾ നിനക്ക് വിശ്വാസമില്ല അമൃത? എടാ, നിന്നെ എനിക്ക് 100% വിശ്വാസമാണ്. പക്ഷേ ഈ ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, സത്യം തന്നെയാണ്. പക്ഷേ അതൊരു എഗ്രിമെൻ്റ് കരാറിൻ്റെ പേരിലാണെന്ന് മാത്രം. എഗ്രിമെൻറ്റോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് തെളിച്ചു പറ.
അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഒരു ഭാര്യ വേണം. അദ്ദേഹം മുൻപ് നോക്കിയ പെൺകുട്ടി അവരുടെ കല്യാണത്തിൻ്റെ രാവിലെ ഇട്ടിട്ട് പോയി. ചിലപ്പോൾ അവൾ വരുന്നത് വരെ, അല്ലെങ്കിൽ 1 വർഷത്തെ എഗ്രിമെൻ്റ് കരാറിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ വഴി, എനിക്കെൻ്റെ വഴി. എഗ്രിമെൻറ്റിലെ നമ്മുടെ വിവാഹകാര്യം പുറത്താരും അറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. എന്നേലും ഒഴിവാക്കേണ്ട ബന്ധം നാട്ടുകാരെ കൊട്ടിഘോഷിച്ചറിയിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. വീട്ടുകാർക്ക് മുന്നിൽ ഒരു ഭാര്യ അത്ര മാത്രമേ ഉള്ളൂ. അത് പറഞ്ഞ് ഗൗരി നെടുവീർപ്പിട്ടു. കാര്യങ്ങൾ കുറച്ചുകൂടെ ഗൗരി വിശദമാക്കി അവളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ? ഇദ്ദേഹത്തിന് പിന്നാലെ നമ്മുടെ കോളേജിലും ഒട്ടുമിക്ക പെൺകുട്ടികളും നടക്കുന്നത് നിനക്കറിയുന്നതല്ലേ? അവരൊക്കെ അറിഞ്ഞ സമരം ചെയ്യും മോളെ. ഒരു വഷളൻ ചിരിയോടെ അമൃത അവളെ നോക്കി. എന്താടി? അല്ല ഗൗരി, നിങ്ങൾ തമ്മിൽ സെക്സൽ റിലേഷൻഷിപ്പ് എന്തെങ്കിലും? എൻ്റെ ബുദ്ധൂസേ, അതല്ലേ പറഞ്ഞത്. എഗ്രിമെൻ്റ് ഭാര്യയാടി ഞാനൊരു റൂമിലും അങ്ങേരു റൂമിലും. ചേടാ, ആ മൂടങ്ങ് കളഞ്ഞു. അല്ലെങ്കിൽ ഈ ദൈവം അറിയാവുന്നതിൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലടി. എൻ്റെ കയ്യിലൊക്കെ ആവണമായിരുന്നു, അങ്ങേരെ കിട്ടുന്നതാവും. ഏതൊരു ചിന്തയിൽ അന്യമായ ഒരു ശബ്ദം അമൃത പുറപ്പെടുവിച്ചു. അയ്യോ പിശാച്! അമൃതയുടെ അല്പനേരം സംസാരിച്ചപ്പോഴേക്കും അവളുടെ മനസ്സൊന്ന് ശാന്തമായിരുന്നു. ഗൗരി, നീ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമൃത ഒരു സംശയത്തോടെ ചോദിച്ചു. അറിയില്ലടി, എനിക്കറിയാം സ്വന്തം പുരുഷനെ മറ്റൊരു പെണ്ണ് സ്വന്തമാക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ ഉള്ളിൽ നീറ്റൽ എത്രത്തോളം ആയിരിക്കുമെന്ന്. അങ്ങനെ ഒരു അവസ്ഥ ഇനി ഞാൻ അറിയുന്ന ഒരു പെൺകുട്ടിക്കും ഉണ്ടാവരുത്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ തന്നെ പുള്ളിക്കാരനൊരു ഉമ്മയല്ലേ ചോദിച്ചോളൂ. നിൻ്റെ സ്ഥാനത്ത് ഞാനൊക്കെ ആവണം. കിസ് കൊടുക്കാതെ വാശി പിടിച്ചിരിക്കും. എന്നിട്ട് കിസ് കൊടുക്കാതിരുന്നാൽ നിന്നെ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതിനങ്ങ് നിന്നു കൊടുക്കും. അമൃത ഇട്ടിരുന്ന ടീഷർട്ടിൻ്റെ കഴുത്ത് കടിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു. നല്ല ബെസ്റ്റ് കൂട്ടുകാരി, നീ എൻ്റെ കെട്ടിയോനെക്കുറിച്ചാടി എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുന്നത്. ദേ പെണ്ണെ, കിറുക്കിട്ടൊരു കുത്തു തരിഞ്ഞ് നീ തന്നെ പറയും അങ്ങേര് മറ്റാർക്കോ ഉള്ളതാണ്. ഇപ്പോൾ നീ തന്നെ പറയുന്നത് എൻ്റെ ഭർത്താവാണെന്ന്. ഏതാടി പുല്ലേ ഞാൻ വിശ്വസിക്കേണ്ടത്? എടി, എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരൻ എന്നെ വിവാഹം കഴിച്ച ആളല്ലേ. എടി മണ്ണുണ്ണി, എന്നാ നിനക്ക് ആ ഉമ്മ അങ്ങ് കൊടുക്കാമായിരുന്നില്ല. അമൃതേ, ശരി, എന്താ മോളെ തീരുമാനം? ഇവിടെ തന്നെ കൂടുകയാണോ അതോ? ഒരു കള്ളച്ചിരിയോടെ ഗൗരി അവളെ നോക്കി. കുറച്ച് ദിവസം ഞാൻ നിൻ്റെ കൂടെ നിൽക്കട്ടെടാ പ്ലീസ്. അപ്പോൾ നീ തിരിച്ചു പോകാൻ പ്ലാനൊന്നുമില്ലേ? തിരിച്ചു പോവാടി, നീ പേടിക്കണ്ട. പേടിയല്ലട കണ്ണ, ഞാൻ തന്നെ ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയുള്ളൂ. വാടക, അത് ഇത് ആലോചിക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. നീയൊക്കെ ഹൈ ലെവൽ വളർന്ന പെൺകുട്ടിയല്ലേ. നിനക്ക് നല്ല സ്റ്റാൻഡേർഡ് ഫുഡും മെത്തയും ഒക്കെ വേണ്ടേ? ഇവിടെ അതൊന്നും ഇല്ല മോളെ. നീ ഉണ്ടല്ലോ. ഗൗരി അമൃതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കേണ്ട, ക്യാഷ് എല്ലാം ഞാൻ സെറ്റ് ചെയ്തോളാം. നീ കുറച്ച് ദിവസം ഇവിടെ എന്നെ നിർത്തിയാൽ മതി. നീ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിന്നു. ഇനി പോയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അമൃത അവളെ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ കെട്ടിയ സീനാകുമോ? അതിന് പുള്ളിക്കാരൻ അറിയുന്നില്ലല്ലോ ഞാൻ ഇവിടെയാണെന്ന്. എന്നെങ്കിലും അറിഞ്ഞാൽ? ഗൗരി ഒരു ചിരിയോട് അവളെ ഒന്ന് ഭയപ്പെടുത്താമെന്ന് കരുതി. അറിഞ്ഞാൽ ചിലപ്പോൾ ഈ വീടടക്കം ഇടിച്ചു പൊളിച്ച് നമ്മളെ എവിടെ നിന്ന് ഇറക്കി വിടും. എടി സാമദ്രോഹി, ഇറങ്ങിപ്പോയേ. എൻ്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. പറയാൻ പറ്റില്ല, സിദ്ധാർത്ഥ വർമ്മയല്ലേ ആള്. ഇരുവരും പരസ്പരം ചിരിച്ചു കളിച്ചും എപ്പോഴോ മയക്കത്തിലേക്ക് വഴിച്ചു. പിറ്റേന്ന് രാവിലെ അമൃത എഴുന്നേൽക്കും മുന്നേ ഗൗരി ഫുഡെല്ലാം തയ്യാറാക്കിയിരുന്നു. അല്ല മോളെ, നീ കോളേജിലേക്കൊന്നും വരുന്നില്ലേ? ഇല്ലടാ, ഞാൻ എന്തായാലും കോളേജിലേക്ക് വരുമെന്ന് കരുതി അങ്ങേരവിടെ ഉണ്ടാവും, അതുറപ്പാണ്. നീ പോയി ഹോംവർക്ക് എഴുതിക്കൊണ്ട് വാ. നമുക്ക് 2 പേർക്കും വീട്ടിലിരുന്ന് പഠിച്ച് ഹോംവർക്ക് എല്ലാം ചെയ്ത് അടിച്ചു പൊളിക്കും. നീ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് പോവുക? ദേ അമൃത പോവാൻ നോക്കിക്കേ. ശരി. അങ്ങനെ ഒരാഴ്ചയോളം ഗൗരിയും അമൃതയും അമൃതയുടെ വീട്ടിൽ തന്നെ ഇരുന്നു. ഗൗരി കോളേജിലേക്ക് പോക്കുണ്ടായിരുന്നില്ല. പതിവ് പോലെ രാവിലെ അമൃത കോളേജിലേക്ക് ഇറങ്ങുമ്പോഴാണ് തൻ്റെ വീടിന് മുന്നിൽ ഒരുപാട് കാറുകൾ നിർത്തിയിട്ടത് കണ്ടത്. അതിൽ നിന്ന് ഘടഘടിയന്മാരായ കുറച്ച് ബോഡി ഗാർഡ്സ് പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടതും അമൃത വേഗത്തിൽ അകത്തേക്കോടി. ഗൗരി ഭയത്തോടെ കിതച്ചു. തനിക്ക് മുന്നിൽ നിൽക്കുന്ന അമൃതയെ കണ്ട് അവൾ കാര്യം തിരക്കി.
എടാ സിദ്ധാർത്ഥാണെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടികൾ വന്ന് നിൽക്കുന്നുണ്ട്, ഒരുപാട് ബോഡി ഗാർഡ്സും. എനിക്ക് പേടിയാവുന്നു. അമൃത, നീ കാര്യമായിട്ട് പറയുവാണോ? അല്ലെങ്കിൽ ഈ നേരത്ത് നുണ പറയാൻ എനിക്ക് ഭ്രാന്തുണ്ടോ? ഗൗരി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അതെ, അത് സിദ്ധാർത്ഥിൻ്റെ വണ്ടി തന്നെയാണ് അമൃത, അത് സിദ്ധാർത്ഥ് തന്നെയാണ്. ഗൗരി, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട. അവരെങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ തന്നെ നീ എന്തെങ്കിലും നുണ പറഞ്ഞൊഴിഞ്ഞാൽ മതി. പെട്ടെന്നാണ് വീടിൻ്റെ കോളിംഗ് ബെൽ 1-2 പ്രാവശ്യം ഒപ്പം അടിച്ചത്. നിന്നടത്തു നിന്നും ഇരുവരും ഭയത്തോടെ ഉയർന്നു. അവരാണെന്ന് തോന്നുന്നു, അമൃത ഭയം മറച്ചു വയ്ക്കാതെ ഗൗരിയോട് പറഞ്ഞു. ഏതാനും 1 മിനിറ്റത്തെ രഹസ്യ സംഭാഷണത്തിന് ശേഷം അമൃത മുഖത്തെ വിയർപ്പെല്ലാം ഷോളിൽ ഒപ്പിയെടുത്തുകൊണ്ട് വാതിൽ തുറക്കാനായി ഒരുങ്ങി. ആരാ മനസ്സിലായില്ലല്ലോ. അമൃത പറഞ്ഞതും അകത്തേക്ക് 1-2 ബോഡി ഗാർഡ്സും അമനും കൂടെ കയറി വന്നു. ഹേയ്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ കയറി വരുന്നത്? ഞങ്ങൾക്ക് ഈ വീടൊന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദയവായി ഞങ്ങളോട് സഹകരിക്കണം മാഡം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് കയറി ചെക്ക് ചെയ്യാനും ഇറങ്ങിപ്പോകാനും വേണ്ടിയല്ല ഈ വീട് ഞാൻ റെൻറ്റിനെടുത്ത് താമസിക്കുന്നത്. അത് പറഞ്ഞു തീർന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. അവൾക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ബോഡി ഗാർഡ് നിന്നു. ഇനി പറ, ഞങ്ങൾ വന്ന കാര്യം ചെയ്യണോ അതോ പോണോ എന്ന്? നിങ്ങൾ വന്ന കാര്യം തീർത്തിട്ട് പതുക്കെ പോയാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. തോക്ക് കണ്ട ഭയത്തിൽ അവൾ പറഞ്ഞു. ശരി, ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നത്? അത് പിന്നെ ഞാനും എൻ്റെ മുത്തശ്ശിയും. മുത്തശ്ശി ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ആ ഉണ്ട്, റൂമിൽ കിടക്കുകയാണ്. അമൻ അത് കേട്ടതും റൂമിലേക്ക് നടന്നു. അവിടെ കാൽ മുതൽ തല വരെ മൂടി പൊതിച്ചുകൊണ്ട് ആരോ കിടക്കുന്നെന്ന് അമൻ കണ്ടു. ആ പുതപ്പൊന്ന് മാറ്റാൻ പറ, അമൻ അമൃതയോടായി പറഞ്ഞു. പറ്റില്ല, മുത്തശ്ശിക്ക് നല്ല തലവേദനയാണ്, മൈഗ്രെയിൻ, അതുകൊണ്ട് വെളിച്ചം പറ്റില്ല. ഗൗരി അവളുടെ അഭിനയം കേട്ട് സന്തോഷിച്ചു. അല്പനേരം ആരുടെയും സംസാരമുണ്ടായില്ല. എന്തായി അമൻ? പെട്ടെന്നാണ് സിദ്ധാർത്ഥിൻ്റെ സ്വരം അവിടെ ഉയർന്നത്. അതും കേട്ടത് ഗൗരി ഒന്നും നടുങ്ങി. അത് പിന്നെ ഈ കിടക്കുന്നത് ഈ കുട്ടിയുടെ അച്ചമ്മയാണെന്നാണ് പറയുന്നത്. തലവേദന കാരണം വെളിച്ചം പറ്റില്ല, അതുകൊണ്ട് പുതുപ്പ് മാറ്റാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓഹോ, എന്നാൽ താൻ മുത്തശ്ശിയോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞേ, കേൾക്കട്ടെ ആ സൗണ്ട്. സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് ഗൗരിക്ക് മുന്നിലായി ഇട്ട കസേരയിലേക്ക് ഇരുന്നു. ഗൗരി, നീ പെട്ട്, അമൃത ദയനീയമായി പറഞ്ഞു. ഗൗരി, വിട്ടുകൊടുക്കരുത്. നീ നിന്റെ മിമിക്രി ഇവിടെ എടുക്കണം. ഗൗരി കുറച്ച് മിമിക്രിയൊക്കെ ചെയ്യുന്ന പെൺകുട്ടിയാണ്. വയസ്സായവരുടെ ശബ്ദം, ആണുങ്ങളുടെ ശബ്ദം, അങ്ങനെ 1-2 എണ്ണം. മുത്തശ്ശി ഇപ്പോൾ എങ്ങനെയുണ്ട്? വിറച്ചുകൊണ്ട് അമൃത ചോദിച്ചു. മോളെ അമൃതയെ, മുത്തശ്ശിക്കിപ്പോൾ കണ്ണിനൊക്കെ നല്ല വേദനയുണ്ട്. മോള് കുറച്ചു നേരം അങ്ങോട്ടേക്ക് ചെല്ല്. മുത്തശ്ശി ഒറ്റയ്ക്കൊന്ന് കിടക്കട്ടെ. ആ മിമിക്രി സൗണ്ട് കേട്ടതും സത്യത്തിൽ എല്ലാവരും ഞെട്ടി. കൂടുതൽ ഞെട്ടിയത് അമൃത തന്നെയായിരുന്നു. അച്ചമ്മ പറഞ്ഞത് കേട്ടില്ലേ? നമുക്ക് പിന്നെ ഒരിക്കൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു മുറികൾ നിങ്ങൾ നോക്കിക്കോളൂ. ശരി, അമൻ പറഞ്ഞു. ആ റൂം വിട്ടിറങ്ങാൻ നേരം അമനോടായി സിദ്ധാർത്ഥ് ചോദിച്ചു. അപ്പുവിൻ്റെ കാര്യം എന്തായി? അത് കേട്ടതും അവളുടെ ഹൃദയമിടിപ്പ് ഒന്നുകൂടി ഉയർന്നു. അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നന്നായി, സിദ്ധാർത്ഥ് പറഞ്ഞു. എൻ്റെ അപ്പു, അവനെ ഇവരെ ആലോചിച്ചപ്പോൾ തന്നെ അവൾക്ക് കരയാൻ തുടങ്ങി. എങ്കിലും ശബ്ദം പുറത്തേക്ക് വരാതെ അവൾ പരമാവധി കടിച്ചു പിടിച്ചു. ഗൗരി, ദയനീയമായി അമൃത അവളുടെ അടുത്ത് വന്ന് നിന്ന് വിളിച്ചു. പെട്ടെന്നാണ് സിദ്ധാർത്ഥ് കയറി വന്ന് അമൃതയോട് കണ്ണുകൾ കൊണ്ട് മിണ്ടാതെ പുറത്തേക്ക് പോകാൻ പറഞ്ഞത്. അമൃതയാണേൽ അവളെ വിളിക്കുകയും ചെയ്തു. ഇനി അവൾ എന്തേലും പറയും. അമൃത ഭയത്തോടെ അകത്തേക്ക് നോക്കി നിൽക്കുന്ന നേരം സിദ്ധാർത്ഥ് വാതിലടച്ചു. ശേഷം അവളുടെ അടുത്തായി വന്നിരുന്നു. അമൃതയാണെന്ന് കരുതി ഗൗരി അവനെ കെട്ടിപ്പിടിച്ചു. എടി എൻ്റെ അപ്പു, അവനെ അവരെന്തോ ചെയ്തു. പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ വെളിയിൽ വരും പോലെ വിടർന്നത്. സിദ്ധാർത്ഥ്, അവൾ ഞെട്ടി. അവൻ്റെ ദേഹത്തു നിന്ന് പിടിവിട്ടുകൊണ്ട് ഓടാനായി ശ്രമിച്ചു. പെട്ടെന്നാണ് കയ്യിൽ പിടി വീണതും അവളെ വിളിച്ച് അവനിലേക്ക് ചേർത്തത്. എന്താ നിന്റെ മിമിക്രി, അസാധ്യ കഴിവ് തന്നെ. ഇത്രയും സുന്ദരിയായ അമ്മൂമ്മ എൻ്റെ ഭാര്യ മാത്രമേ ഉണ്ടാകൂ.
സിദ്ധാർത്ഥ് അവൻ്റെ ഇടം കൈകൊണ്ട് അവളുടെ വലം കവിളിൽ വിരൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കാതുകളിൽ അപ്പോഴും അപ്പുവിനെ പറഞ്ഞു വിട്ടോ എന്ന ചോദ്യം മുഴങ്ങുന്നുണ്ടായിരുന്നു. അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കി. എങ്കിലും ഒരടി പോലും അവൻ പിന്നോട്ട് നീങ്ങിയില്ല. അവൾ അവനോട് ഉച്ചത്തിൽ സംസാരിച്ചു. നിങ്ങളൊരു ദ്രോഹിയാണ്. എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പും ദേഷ്യവുമാണ്. എൻ്റെ അപ്പുവിനെ വെച്ച് നിങ്ങൾ എന്നോട് ദ്രോഹം മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളൊരു വൃത്തി. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൾ മൗനിയായി. ആയതല്ല സിദ്ധാർത്ഥാക്കി. അവളെ എടുത്തുയർത്തി അവൻ്റെ കാലുകളിൽ നിർത്തിയ ശേഷം അവളുടെ അതരങ്ങൾ അവൻ കവർന്നു. തള്ളി മാറ്റാൻ നോക്കുന്നുണ്ടേലും അവൾക്കതിനായില്ല. എൻ്റെ അപ്പു, അവനെ ഇവരെന്താ ചെയ്തത്? ചിന്തകൾ വീണ്ടും വീണ്ടും വേട്ടയാടി. അവളുടെ മനസ്സിനെ സങ്കടക്കടലാക്കുന്നുണ്ടായിരുന്നു. നീണ്ട ചുംബനം അതവളെ ശ്വാസം പോലും എടുക്കാനാകാതെ ബുദ്ധിമുട്ടിച്ചു. സിദ്ധാർത്ഥ് അവളിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ എടുത്തു. അവൾ ദയനീയമായി അവനെ നോക്കി. സമയം വൈകിക്കാതെ തന്നെ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് അവൻ്റെ കൈകൾ ഒന്നുകൂടെ മുറുക്കി അവളെ അവനിലേക്ക് ചേർത്തു. ആ കൈകൾക്കുള്ളിൽ അവൾ അസ്വസ്ഥതയോടെ നിന്ന് ഞെരിപിരി കൊണ്ടു. എൻ്റെ അടുത്ത് നിന്നും ഒരു ഒളിച്ചോട്ടമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല. അറിയാം, എനിക്ക് നന്നായി അറിയാം. എൻ്റെ അനിയനെ വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തും. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് എന്തും ചെയ്യാം, എന്തുമാവാലോ. അവൾ കത്തുന്ന ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞു.